ഈ കഴിഞ്ഞ മാസത്തെ വീട്ടിൽ വന്ന ഇലക്ട്രിസിറ്റി ബില്ലാണിത്. ഏകദേശം 373 രൂപ ഉണ്ട്. അതും വീട്ടിൽ സോളാർ ഉണ്ടായിട്ട്. അപ്പോൾ സോളാർ ഇല്ലെങ്കിൽ എത്ര ബില്ല് വരാൻ നോക്കി കണക്കൂട്ടൊക്കെ ഏകദേശം 3600 രൂപ മാസം വരും. മീൻസ് 2 മാസം ആകുമ്പോൾ 7200 രൂപൻ്റെ ബില്ല്. വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, അതേപോലെ AC ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്ര ബില്ല് വരാൻ പാടില്ല. അപ്പോൾ ഞാനൊരു സ്മാർട്ട് പ്ലഗ് എടുത്തിട്ട് ഓരോ ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീനൊക്കെ എത്ര എനർജി കൺസ്യൂം ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ഫ്രിഡ്ജിന് നോക്കിയപ്പോൾ ഡെയിലി ഏകദേശം ഒരു 3-ലധികം യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു 100 യൂണിറ്റ് യൂസ് ചെയ്യും. ഒരു യൂണിറ്റിന് 9 രൂപ വെച്ചിട്ട് മാസം ഏകദേശം ഒരു 900 രൂപേൻ്റെ കറണ്ട് ഫ്രിഡ്ജ് മാത്രം യൂസ് ചെയ്യും. ഒരു കൊല്ലത്തിന് എന്ന് പറഞ്ഞാൽ 10000 രൂപേൻ്റെ മുകളിലുള്ള കറണ്ടായി. സ്കൂട്ടറിൻ്റെ കൺസംഷൻ നോക്കുകയാണെങ്കിൽ ഒരു മാസം 30 യൂണിറ്റേ വരുള്ളൂ. അതുപോലെ ഒരു മാസം 300 രൂപേൻ്റെ താഴെ കറണ്ടേ വരുള്ളൂ. അതിന് ഫ്രിഡ്ജിന് അതിൻ്റെ 3 ഇരട്ടി വരുന്നുണ്ട്. പഴയ നോർമൽ കംപ്രസർ ടെക്നോളജി ആണെങ്കിൽ പണ്ടത്തിന് കുറച്ച് സമയം ഓൺ ആവും, പിന്നെ ഓഫ് ആവും, പിന്നെ ഓൺ ആവും. ആ ടൈപ്പ് ആണെങ്കിൽ ഇതുപോലെ നല്ല കൺസംഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഈ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജാൽ ഏകദേശം അതിൻ്റെ 4-1 കൺസംഷനേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഴയ ഫ്രിഡ്ജാണ് ഉപയോഗിക്കണമെങ്കിൽ പുതിയ ഫ്രിഡ്ജിക്ക് മാറിയാൽ ഏകദേശം ഒരു 3-4 കൊല്ലത്തിനുള്ളിലൊക്കെ അതിന് റിട്ടേൺ കിട്ടേണ്ടതാണ്.